ഇതാര്? താരിവിടെ ഉണ്ടായിരുന്നോ? ആ, നമ്മൾ ഇപ്പോഴും ഇവിടെ ഉണ്ടേ. നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ട് ഞാൻ നെല്ലിശ്ശേരി എന്ന ഈ വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു എന്നാണല്ലോ വെപ്പ്. അതുപോലെ സുഖമായി തന്നെ ജീവിക്കുന്നു. ഇന്നും ഇങ്ങനെ സുഖമായിട്ട് കണ്ടാ മതി. അത് കാണാൻ വേണ്ടിയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. ഉം. ഇവിടെ അങ്ങ് താമസിച്ചാ കൊള്ളാന്നൊരു ആലോചനയുണ്ട് എനിക്ക്. ആവാലോ. നെല്ലിശ്ശേരി സേതുമാധവന്റെ ദത്തുപുത്രിയല്ലേ നീ? അപ്പോ ആരും വേണ്ടാന്ന് പറയില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ദത്തെടുത്ത് വളർത്തിയ പേരും പറഞ്ഞ് ഇവിടെ കയറിക്കൂടി ഇവിടുത്തെ സ്വത്തിന്റെ കുറെയേറെ അടിച്ചു മാറ്റിയാനെ. ആ, നിനക്ക് പിന്നെ അതിനുള്ള കഴിവില്ലല്ലോ. ഞാനൊരു അനാഥയാ. കുഞ്ഞിലെ മുതല് അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടു. അവരെ കണ്ട ഓർമ്മ പോലും ഇല്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവന്തികയുടെ ജനുസല്ല എന്റെ ജനുസ്. അതുകൊണ്ട് തന്നെ നീ നേരത്തെ പറഞ്ഞ ആ കഴിവ് എനിക്കില്ല. ആഹാ, എത്ര സ്റ്റൈലായിട്ടാ നീ ഇപ്പൊ നമ്മുടെ പാരമ്പര്യത്തെ താരതമ്യം ചെയ്തത്. ആ, അതൊക്കെ അവിടെ നിക്കട്ടെ. എന്തായിരുന്നു നിനക്ക് നന്ദനുമായിട്ടൊരു രഹസ്യ സംഭാഷണം? വീട്ടിൽ നിന്ന് ഇത്രയും മാറി നിന്ന് സംസാരിക്കണമെങ്കിൽ അതിത്തിരി ഗൗരവമുള്ള കാര്യമായിരിക്കണമല്ലോ. അതെ, ഗൗരവമുള്ള കാര്യം തന്നെയാ. ഞാൻ പറയാം. എനിക്കൊരു ഫാം തുടങ്ങാൻ പ്ലാനുണ്ട്, ഈ പശുവിന്റെ പോത്തിന്റെ ഒക്കെ. അപ്പൊ അതിന്റെ പിന്നാക്ക് വിലയെക്കുറിച്ച് ഞാൻ നന്ദനുമായിട്ടൊന്ന് സംസാരിക്കായിരുന്നു. നന്ദൻ പറയുന്നത് പുറത്തു നിന്ന് എടുക്കുന്നത് റേറ്റ് കൂടുതലായതുകൊണ്ട് നന്ദൻ തന്നെ അത് എത്തിച്ചേരാന്നാ. നന്ദന്റെ ഭാര്യയുടെ തലയില് ആവശ്യത്തിലധികം പിന്നാക്കുണ്ടെന്നാ പറഞ്ഞത്. ആ, ഞാൻ പിന്നെ ഓക്കെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഭാര്യയെ കൊണ്ട് നന്ദനൊരു ഗുണം ഉണ്ടാവട്ടെ. നീ കൂടുതൽ പരിഹസിക്കല്ലേ. നീ നന്ദനൊപ്പം കൂടി ധനുഷിനെ ജാമ്യത്തിലെടുക്കാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ധനുഷിനെ പുറത്തിറക്കാനും മാത്രം നീ അവനും തമ്മിൽ എന്താ ബന്ധം? നീയും അഡ്വക്കേറ്റിനെ കണ്ട് ജാമ്യത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തത് ഞാൻ അറിഞ്ഞു. നീയും ധനുഷ് തമ്മിൽ എന്താ ബന്ധം? എന്തായാലും ആ ബന്ധമല്ല ഇത്. ബന്ധമൊക്കെ വഴിയെ പറയാം. ഇത്രയും നാളും നീയല്ലേ കളം നിറഞ്ഞാടിയത്. ഇനി ഞാനെന്ന് ഇറങ്ങി നോക്കട്ടെ. അവനെ ജാമ്യത്തിലിറക്കുന്നതിന് പിന്നിൽ എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. നിനക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത പ്ലാൻ.